എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ വീഡിയോയ്ക്ക് ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് പോകാം അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു മിനി ടിഫിനാണ് കേട്ടോ. ഏകദേശം ഇതിൻ്റെ റെസിപ്പീസൊക്കെ നമ്മളിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ വിചാരിക്കും ഇത്രയും ഐറ്റംസ് രാവിലെ നേരം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കും കേട്ടോ. നമുക്ക് ഒരു പ്ലാനിങ്ങോടെ ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം രാവിലെ നമ്മൾ ഇതെല്ലാം ഒരുമിച്ച് റെഡിയാക്കിയതിന് ശേഷം കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അത് നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ടേസ്റ്റ് ഒന്നുകൂടെ കൂടുതലാവുകയാണ് ചെയ്യാറുള്ളത് അല്ലേ. ഒരുപാട് ഐറ്റംസൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തായാലും അതിനൊരു പ്ലാനിങ് വേണം കേട്ടോ. പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച ആ ടേസ്റ്റിനും വിചാരിച്ച ആ സമയത്തിനുള്ളിലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ മിനി ടിഫിൻ കഴിക്കുക എന്ന് പറയുന്നത് കേട്ടോ. അതുമാത്രമല്ല ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഒരു മിനി ടിഫിൻ നമ്മുടെ ചാനലിൽ ഒന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ ഇന്നാണ് അതിന് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു പ്ലാനിങ് വെച്ച് ചെയ്യുകയാണെങ്കിൽ എത്ര സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കുക്കറേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഇന്ന് ഒരുപാട് പണികൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഒരു 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ചിലത് വലുതായ കൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് അത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് വെന്ത് വരുമല്ലോ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല പോലത്തെ നമുക്ക് വേവിച്ചെടുക്കാം. അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് വലിയ ഉള്ളിയൊക്കെ ഒന്ന് നേരാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഐറ്റംസാണ് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ ആദ്യമേ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മസാല ദോശയ്ക്കും അതുപോലെ തന്നെ പൂരിക്കിഴങ്ങിനുള്ള സാധനങ്ങളാണ് റെഡിയാക്കി എടുക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചമുളക് അരിഞ്ഞ് വെച്ചു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് തക്കാളിയൊക്കെ ഒന്ന് നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് കുക്കർ ഒഴിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഇതും ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ് ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു ചീഞ്ചട്ടി വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു. ഇതിൽ നിങ്ങൾക്ക് ഉഴുന്നപ്പരിപ്പ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ ഉഴുന്നപ്പരിപ്പ് ഇല്ലാത്ത കാരണം ഞാനത് ചേർത്തിട്ടില്ല. അപ്പോൾ ഒരു 3 വലിയ ഉള്ളി നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്തിട്ടുണ്ട്. ഇനി അത് അവിടെ കിടന്നൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്തിട്ട് അതിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഉടച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിസിൽ പോയ ഉടനെ തന്നെ ഇത് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അതെല്ലാം മാറ്റിയത് വെച്ചതിന് ശേഷം നമ്മൾ കുക്കർ കഴുകിയിട്ട് അതിലേക്കൊരു 1/2 കപ്പ് പരിപ്പ് ചേർത്ത് തക്കാളി, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി അതെല്ലാം ചേർത്ത് എന്താ പറയുക, അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഒരു വലിയ ഉള്ളി, ആവശ്യത്തിനുള്ള വെള്ളം ഇതെല്ലാം ചേർത്ത് നമ്മൾ അടച്ച് ഒരു 3-4 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ റെഡിയായി വരുന്ന നേരം കൊണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നമ്മൾ വഴറ്റാനിട്ടത് ഏകദേശമൊക്കെ റെഡിയായിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് നമ്മൾ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ ഉള്ളിയിൽ ഇതിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമില്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഡ്രൈ ആയി പോയാൽ നന്നായിരിക്കില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരം ഇതൊന്ന് ആവിയിലൊന്ന് എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് വരട്ടെ കേട്ടോ. സെറ്റായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഇഞ്ചി ചതയ്ക്കുന്ന സമയത്ത് പെരിഞ്ചീരകം കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ചതച്ചെടുക്കാം നമ്മുടെ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇത് ബാജിക്കറിയും കൂടെ ആക്കുന്നത് കൊണ്ട് തന്നെ അതിലേക്ക് ആ ഒരു സ്മെല്ല് വരണ്ടാൻ വേണ്ടിയിട്ട് ഇഞ്ചി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും മസാല ദോശ വെക്കുകയാണെങ്കിൽ ഇഞ്ചിയും നമ്മുടെ പെരിഞ്ചീരകം കൂടെ ചതച്ചത് എണ്ണയും മൂപ്പിക്കുകയാണെങ്കിൽ നല്ല മണവും ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ കൂട്ടുന്ന ഞാൻ കുറച്ച് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ മസാല ദോശയുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കേട്ടോ. അതങ്ങോട്ട് മാറ്റിയതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1 സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കോൺഫ്ലവർ വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കോൺഫ്ലവർ ചേർക്കുമ്പോൾ നമ്മുടെ കൂട്ടാനൊരു കുറുകലൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ്
കോൺഫ്ലവർ ചേർത്തിരിക്കുന്നത്. കോൺഫ്ലവർ ചേർത്ത് അതൊന്ന് വെന്ത് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിന് മല്ലിത്തല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ ചേർത്തുകൊണ്ട് തന്നെ നല്ല തിക്കാകും. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അതെല്ലാം മാറ്റിയതിന് ശേഷം അതേ ചീനിച്ചിട്ട് നമ്മൾ കഴുകി കൊണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് വറുത്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. കാഷ്യൂനട്ട് നല്ലപോലെ വറന്ന് വന്നിട്ടുണ്ട്. അത് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് നമ്മൾ എന്താ പറയുക 1 കപ്പ് റവ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ എന്താ പറയുക മിനി ടിഫിനിൽ ഒരു സ്വീറ്റ് വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റവ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്നത് കേസരിയാണ് കേട്ടോ. ആ 1 കപ്പ് റവയിലേക്ക് 3 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയം നമ്മൾ തീയെ ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നല്ലപോലെ ഈ വെള്ളത്തിൽ കിടന്നിട്ട് വെന്ത് വരണം. അപ്പോൾ ഒരു കളറിന് വേണ്ടി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ റവ കട്ടിയായി വന്നതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിലവർ 2 കപ്പ് വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളിന്ന് 1 കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മുടെ പഞ്ചസാര കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞ് നമ്മുടെ കേസരി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര നേരമായിട്ട് നെയ്യ് ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് എത്ര ചേർത്താലും നമ്മുടെ കേസരിക്ക് ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ കുറച്ച് അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ച് നമ്മുടെ കാഷ്യൂനട്ട് പിന്നെ ഏലക്കപ്പൊടി ഇതെല്ലാം ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ എന്താ അറിയോ, നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് തുറന്നെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. നമ്മൾ എല്ലാ സാധനങ്ങളും ചേർത്ത് ഒരു 5-6 വിസിൽ അടുപ്പിച്ച് നല്ലപോലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട്. നമ്മുടെ സാമ്പാറിൻ്റെ റെസിപ്പി നമ്മൾ സ്പെഷ്യലായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഇതിൽ നമ്മളത് കാണിക്കാണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു വറവിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കടുക്, വെളിച്ചെണ്ണ, നമ്മുടെ വെന്തയം, ജീരകം, വറ്റൽമുളക്, പിന്നെ നമ്മൾ ചെറിയുള്ളി കൂടെ ചേർക്കും. അപ്പോൾ ഞാൻ ഇന്നത്തേൽ ചെറിയുള്ളി ചേർത്തിട്ടില്ല കേട്ടോ. അതുകൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാണ്ടിരുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സാമ്പാർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലിക്കുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഡ്ഡലി തുണിയെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളമെല്ലാം തെളിച്ചതിന് ശേഷം നമ്മൾ ഇഡ്ഡലി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ഐറ്റംസും നമ്മൾ കുറേശ്ശെ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരുപാട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ അത് വേസ്റ്റ് ആകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കുഞ്ഞു തട്ട് ഒരു 5 ഇഡ്ഡലി അത്ര തന്നെ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അതവിടെ വേവാൻ വെച്ചതിന് ശേഷം നമ്മൾ പൂരിക്കുള്ള കാര്യങ്ങളൊന്ന് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി ഒരു നാഴി എടുക്കുന്നുണ്ട്. അത് നമ്മൾ 1 ഗ്ലാസ് തന്നെ എടുക്കുന്നുള്ളൂ കേട്ടോ. 1 ഗ്ലാസ് പൊടിയെടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് റവ കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ പൂരിക്കുള്ള പരുവത്തിന് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളം ആയിപ്പോകരുത് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായി നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ഡിഷുകളൊക്കെ ഏകദേശം ആയിക്കഴിഞ്ഞു കേട്ടോ. ഇനി ചെറുതായിട്ടുള്ള ഡിഷുകൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചട്നി ഉണ്ടാക്കി അതൊന്ന് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്ന ചട്നി തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് കുറച്ച് ഇഞ്ചി കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചട്നി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മുളക് ചമ്മന്തി കൂടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണയും ഉപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൂരി ആദ്യം തന്നെ നമ്മൾ പരത്തി വെക്കണം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അത് മാവിലൊക്കെ മുക്കി നല്ലപോലെ തന്നെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരോ പണികൾ നമ്മൾ സെറ്റാക്കി കൊണ്ടുവരുമ്പോഴല്ലോ ലാസ്റ്റ് വരുമ്പോഴേക്കും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് ഓർഡറിൽ പോകുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ബോറടി ഉണ്ടാവില്ല. ഇതെന്താ കഴിയാത്ത ഇത്ര നേരം ചെയ്യണമെന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതെല്ലാം പരത്തി വെച്ചതിന് ശേഷം ഞാൻ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ വട ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഞാൻ 1 ഗ്ലാസ് ഉഴുന്ന് രാവിലെ തന്നെ വെള്ളത്തിലിട്ട് ഒരു 2 മണിക്കൂർ, നമ്മൾ എണീറ്റതും ആദ്യം ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും തന്നെ 2 മണിക്കൂറായല്ലോ. അതെല്ലാം ഒന്ന് അരച്ച് റെഡിയാക്കി അതിലേക്ക് നമ്മൾ സാധാരണ ചേർക്കും പോലെ വടയ്ക്ക് ചേർക്കുന്ന എല്ലാ ഐറ്റംസും ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചീഞ്ചട്ടി ചൂടായപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സൈഡ് നമ്മൾ
ദോശക്കല്ലൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റെഡിയാകുമ്പോഴേക്കും തന്നെ നമുക്ക് നമ്മുടെ മസാല ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതും അവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ സൈഡിൽ എണ്ണ ചൂടായപ്പോൾ ഓരോരോ വടയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഉഴുന്ന് വട ഉണ്ടാക്കിയെടുക്കുക പറയുമ്പോൾ ഭയങ്കര പ്രയാസമായി തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് ഈ ഉഴുന്ന് വടയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സൈഡ് മെല്ലെ ഒരു കളറ് വരുന്ന സമയത്ത് ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇട്ടതും അത് അപ്പം തന്നെ മറിച്ചിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് മാത്രം നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴാകുമ്പോൾ എന്താ പറയുക, നല്ലപോലെ തന്നെ അത് പൊട്ടാണ്ട് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ആ സൈഡ് കൂടെ മൊരിഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ മസാല ദോശയുടെ കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ്. അങ്ങനെ ഞാൻ എണ്ണയൊക്കെ തേച്ച് നമ്മുടെ ദോശയൊക്കെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞു ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സാധാരണ ഉണ്ടാക്കുന്ന പോലെ വലിയ മസാല ദോശയൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല. എന്താ പറഞ്ഞാൽ ഇത്രയും ഐറ്റംസൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമ്മൾ മുഴുവനായിട്ട് കഴിക്കാൻ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു മസാല ദോശയ്ക്കുള്ള കാര്യമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിലേക്ക് നമ്മൾ നെയ്യൊക്കെ ചേർത്ത് നല്ലപോലെ തന്നെ അത് റെഡിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്ത് ഒന്ന് മറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മിനി ടിഫിനിൽ ഒരു മിനി മസാല ദോശ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിവിടെ റെഡിയായി വരുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ വട കൂടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനിടയിൽ നമ്മൾ ഇഡ്ഡലി വന്നപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാട്ടാൻ വിട്ടുപോയതാണ്. നമ്മുടെ ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മസാല ദോശ ആ സൈഡ് ഞാൻ ഓരോന്ന് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓരോന്ന് വേണമല്ലോ, അപ്പോൾ എല്ലാ ഐറ്റംസ് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഉഴുന്ന് വടയും ഒരു 2 ട്രിപ്പ് മാത്രമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരുപാട് അങ്ങോട്ട് അതും ഉണ്ടാക്കിയെടുക്കുന്നില്ല കേട്ടോ. ഇപ്പം നമ്മുടെ വട നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബൂരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബൂരി ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്ലാനിങ്ങോട് ചെയ്ത കാരണം തന്നെ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടാണ്. ആദ്യം വട നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അതേ എണ്ണയിലേക്കാണ് നമ്മൾ ബൂരി ഉണ്ടാക്കിയെടുക്കുന്നത്. ബൂരി ഉണ്ടാക്കിയെടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മസാല ദോശയുടെ ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 4 മസാല ദോശ കൂടെ ആ സൈഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പഫായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബൂരി. ആദ്യമേ തന്നെ നമ്മൾ ബൂരി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ ചിലപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അത് താണു പോകാൻ സാധ്യതയുണ്ട് അല്ലേ. അതുകൊണ്ട് ഏറ്റവും ഒടുവാണ് കേട്ടോ നമ്മുടെ ബൂരി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം എല്ലാ ഐറ്റംസും നമ്മൾ റെഡി ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ മധുരം വെച്ച് കൊടുത്തു, പിന്നെ നമ്മുടെ സാമ്പാർ വെച്ച് കൊടുത്തു, പിന്നെ നമ്മുടെ ബാജിക്കറി വെച്ച് കൊടുത്തു, പിന്നെ ചട്നി, അതുപോലെ തന്നെ നല്ലൊരു ചുവന്ന ചമ്മന്തി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ വട വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മൊരിഞ്ഞ വടയാണ്, പുറം നല്ല മൊരുപ്പും അകം നല്ല സോഫ്റ്റുമാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മുടെ മസാല ദോശ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലി വെച്ച് കൊടുത്തു, നമ്മുടെ ബൂരി കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ മിനി ടിഫിൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കുറവൊന്ന് നികത്തണമെങ്കിൽ ഇതിൽ നമ്മൾ കാപ്പി കൂടെ വെക്കണമല്ലേ, നല്ല ഫിൽറ്റർ കോഫി. അപ്പോൾ അതുകൂടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ രാവിലത്തെ ഉഷാറായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ അങ്ങനെ വെച്ച് കാണുന്നത് തന്നെ ഒരു ഭംഗിയാണ് അല്ലേ, എന്ത് രസമാണ്. നമ്മൾ ഒരു പ്ലാനിങ്ങോട് ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും ഒരുപാട് കഷ്ടമായിട്ട് നമുക്ക് തോന്നില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ അശ്വിന് ഒരു വായി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മിനി ടിഫിൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.